തെരഞ്ഞെടുപ്പ് ബോണ്ട് കേസിൽ വിധി നടപ്പാക്കണമെന്ന് SBIയോട് സുപ്രീം കോടതി. സീൽഡ് കവർ തുറന്നു നോക്കൂ എന്ന് SBIയോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. വിവരങ്ങൾ പരസ്യമാക്കാനാണ് ആവശ്യപ്പെട്ടതെന്നും കോടതി പറഞ്ഞു. വിവരങ്ങൾ പരസ്യമാക്കരുത് എന്നാണ് നിബന്ധനയെന്ന് SBI കോടതിയിൽ പറയുന്നു. ശ്യാം ദേവരാജ് വിശദാംശങ്ങളുമായി. ശ്യാം ദേവരാജ്, ഇത് വിധിന്യായമാണോ? അതായത് ജൂൺ 30 വരെ സമയം ചോദിച്ചിരുന്നു, മാർച്ച് 6 വരെ ആയിരുന്നു സമയം കൊടുത്തിരുന്നത്. അതിനിടയിൽ ഇപ്പോൾ ഇലക്ഷൻ ഈ ആഴ്ച പ്രഖ്യാപിക്കുമെന്നാണ് കരുതേണ്ടത്. അതായത് ഒന്നാമത്തെ പോളിംഗ് ഡേറ്റിന് മുമ്പ് ഈ സീൽഡ് കവർ തുറന്ന് വിവരങ്ങൾ പരസ്യമാക്കണമെന്ന് സുപ്രീം കോടതി ഖണ്ഡിതമായി വിധിന്യായത്തിലൂടെ പറയുന്നുണ്ടോ? ഇത് SP നൽകിയ അപേക്ഷ, സാവകാശം തേടിയുള്ള അപേക്ഷയിലാണ് ഇപ്പോൾ വാദം നടക്കുന്നത്. അതിനിടയിലാണ് സുപ്രീം കോടതി SBIയോട് ചോദ്യങ്ങൾ എന്ന നിലയിലും ഒപ്പം ഇത് നടപ്പാക്കാനുള്ള കർശനമായ നിർദ്ദേശവും എന്ന നിലയിൽ കൂടി ചീഫ് ജസ്റ്റിസ് ഇക്കാര്യം SBIയോട് പറയുന്നത്. നിങ്ങൾ ആദ്യം കഴിഞ്ഞ മാസം പുറത്തു വന്ന 5 അംഗ ബെഞ്ചിന്റെ, ഭരണഘടനാ ബെഞ്ചിന്റെ വിധി നടപ്പാക്കൂ എന്നാണ് SBIയോട് സുപ്രീം കോടതി പറഞ്ഞത്. മാത്രമല്ല, നിങ്ങൾ ആദ്യം സീൽഡ് കവർ തുറന്നു നോക്കൂ. അതായത് തെരഞ്ഞെടുപ്പ് ബോണ്ട് പർച്ചേസ് ചെയ്ത ആളുകളുടെ, അത് വാങ്ങിയ ആളുകളുടെ വിവരങ്ങൾ സീൽഡ് കവറിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. നിങ്ങൾ ആ സീൽഡ് കവർ തുറന്നു നോക്കൂ, അതിന്റെ വിവരങ്ങൾ ശേഖരിക്കൂ, ഈ വിവരങ്ങൾ പരസ്യപ്പെടുത്തൂ, ഈ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറൂ എന്നുമാണ് SBIയോട് സുപ്രീം കോടതി ഇപ്പോൾ പറയുന്നത്. ബോണ്ട് വാങ്ങുന്നവരുടെ വിവരങ്ങൾ പരസ്യപ്പെടുത്താനാവില്ല, അല്ലെങ്കിൽ ദാതാവ് ആരെന്ന് അറിയില്ല, ദാതാവും നമ്പറും തമ്മിൽ ബന്ധമില്ല എന്ന കാര്യം SBI വിശദീകരണമായി പറയുന്നു. പക്ഷേ ബോണ്ട് വാങ്ങുന്നതിന് KYC നൽകുന്നുണ്ടല്ലോ എന്ന കാര്യം സുപ്രീം കോടതി തിരിച്ചു ചോദിച്ചു. ഈ തെരഞ്ഞെടുപ്പ് ബോണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പരസ്യപ്പെടുത്താൻ ഇതുവരെ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്ന കാര്യം അറിയിക്കണം. കാരണം വിധി വന്നതിന് ശേഷം ഇന്ന് 26ാമത്തെ ദിവസമാണ്. ഇതിനിടയിൽ എന്തെല്ലാം നടപടി സ്വീകരിച്ചു, എന്ത് നടപടി സ്വീകരിച്ചു എന്ന കാര്യത്തിൽ നിങ്ങൾ ഈ സുപ്രീം കോടതിയിൽ ഇപ്പോൾ നൽകിയ സാവകാശം തേടിയുള്ള ഹർജിയെ സംബന്ധിച്ച് ഹർജിയിൽ നിശബ്ദത പാലിക്കുകയാണ്. ഈ നിങ്ങൾ എന്തൊക്കെ നടപടി സ്വീകരിച്ചു എന്ന് അറിയിച്ചതിന് ശേഷം കൂടുതൽ സാവകാശം ചോദിച്ചിരുന്നുവെങ്കിൽ അതിന് ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ അത്തരം ഒരു കാര്യവും ചോദിക്കാതെയാണ് കൂടുതൽ സാവകാശം തേടുന്നത്. എന്തൊക്കെ നടപടി സ്വീകരിച്ചു എന്നതിന്റെ വിവരങ്ങൾ ഈ സുപ്രീം കോടതി നൽകിയ അപേക്ഷയിൽ, SBI നൽകിയ അപേക്ഷയിൽ ഇല്ല എന്നുമാണ് സുപ്രീം കോടതിയുടെ വിമർശനം. SBI നൽകിയ വിശദീകരണം എന്നത് ഈ തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിയ ആളുകളുടെ പേരും ഇതിന്റെ ബോണ്ട് നമ്പറും നൽകിയാൽ അതിന്റെ വിവരങ്ങൾ പരസ്യമാകുമെന്നതാണ് SBI പറയുന്നത്. തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിയ ആളുടെ പേരും തുകയും ആണ് പരസ്യപ്പെടുത്തേണ്ടത്. ഇത് ബോണ്ട് വിവരങ്ങൾ പരസ്യപ്പെടുത്തുന്നതിന് മുൻപുണ്ടായിരുന്ന ധാരണ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നൽകിയ നിർദ്ദേശത്തിന് വിരുദ്ധമാണ്. കോർ ബാങ്കിംഗ് സംവിധാനത്തിൽ ഈ ദാതാവിന്റെ പേരില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ്, ന്യായീകരണങ്ങളാണ് SBI പറയുകയും ചെയ്യുന്നത്. ഈ സാഹചര്യത്തിലാണ് സുപ്രീം കോടതി കർശനമായി പറയുന്നത്, ഉത്തരവ് നടപ്പാക്കിയില്ലെങ്കിൽ അതിന്റെ ഈ SBIയോട് ഡിജിറ്റൽ കോപ്പി ആവശ്യപ്പെടും, ഇന്ന് തന്നെ ഉത്തരവ് നടപ്പാക്കാൻ ആവശ്യപ്പെടും അതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത്. തുടർന്ന് SBI തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവരങ്ങൾ കൈമാറണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിക്കുന്നു. വിവരങ്ങൾ പരസ്യപ്പെടുത്താൻ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിക്കാം എന്ന കാര്യവും SBIയെ അറിയിക്കുന്നുണ്ട്. ഭരണഘടനാ ബെഞ്ചിന്റെ ഉത്തരവ് പരിഷ്കരിക്കാൻ ആവശ്യപ്പെടുന്നത് SBI എന്തുകൊണ്ടാണ് ആവശ്യപ്പെടുന്നത് എന്നുള്ളൊരു ചോദ്യവും കൂടി സുപ്രീം കോടതി ചോദിക്കുന്നത്. ഉത്തരവ് പരിഷ്കരിക്കാൻ, ഭരണഘടനാ ബെഞ്ചിന്റെ 26 ദിവസം മുമ്പുള്ള ഉത്തരവ് പരിഷ്കരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നും ചീഫ് ജസ്റ്റിസ് SBI അറിയിക്കുന്നു. കമ്മീഷൻ നൽകിയ രേഖകൾ, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനകം ചില രേഖകൾ സുപ്രീം കോടതിയുടെ രജിസ്ട്രിക്ക് നൽകിയിട്ടുണ്ട്. ആ രേഖകൾ പരസ്യപ്പെടുത്തുമെന്ന് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ വിവരങ്ങൾ പരസ്യപ്പെടുത്തേണ്ടത്, ബാക്കി വിവരങ്ങൾ പരസ്യപ്പെടുത്തേണ്ടത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും SBIയുമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരസ്യപ്പെടുത്തേണ്ട വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും SBI പരസ്യപ്പെടുത്തേണ്ട വിവരങ്ങൾ SBIയും പരസ്യപ്പെടുത്തണം എന്നുകൂടി സുപ്രീം കോടതി പറയുന്നുണ്ട്, SBIയോട് പറയുന്നുണ്ട്. വിവരങ്ങൾ പരസ്യപ്പെടുത്താനുള്ള നടപടി എന്തായി എന്നതാണ് ഇതിനിടയിൽ സുപ്രീം കോടതി ചോദിച്ച ചോദ്യവും. അക്കാര്യത്തിൽ സത്യവാങ്മൂലം നൽകാമെന്ന് SBIക്ക് വേണ്ടി ഹാജരായ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവെ അറിയിക്കുകയും ചെയ്തു. ഭരണഘടനാ ബെഞ്ചിന്റെ വിധി വന്നതിന് ശേഷം ഇത്രയും ദിവസം, 26 ദിവസമായി, ഇത്രയും ദിവസം എന്ത് ചെയ്യുകയായിരുന്നു എന്നുമാണ് SBIയോട് സുപ്രീം കോടതി ചോദിച്ചത്. ഇതിന്മേൽ ഇപ്പോഴും ജഡ്ജിമാർ തമ്മിലുള്ള ഒരു ആശയ വിനിമയമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനുശേഷം രണ്ട് അപേക്ഷകളാണ് സുപ്രീം കോടതിയുടെ മുന്നിലുള്ളത്. ഒന്ന്, തെരഞ്ഞെടുപ്പ് ബോണ്ടിന്റെ വിവരങ്ങൾ പരസ്യപ്പെടുത്തുന്നതിന് ജൂൺ 30 വരെ സാവകാശം ആവശ്യപ്പെട്ടുള്ള SBIയുടെ ഹർജിയും ഇതിനൊപ്പം CPIM നൽകിയ ഒരു കോടതി ലക്ഷ്യ ഹർജിയുണ്ട്. കാരണം വിവരങ്ങൾ പരസ്യപ്പെടുത്താതിരിക്കുന്നത് ഭരണഘടനാ ബെഞ്ചിന്റെ ഉത്തരവിനെ ലംഘിക്കുന്നതാണെന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി CPIM എന്ത് കൺഫ്യൂഷനാണ് നിലനിൽക്കുന്നത്? ജസ്റ്റിസ് ഖന്ന ചൂണ്ടിക്കാണിച്ചതുപോലെ, ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന
ചൂണ്ടിക്കാണിച്ചതുപോലെ നിങ്ങളുടെ കയ്യിൽ KYC ഉണ്ട്. യു ആർ ദ നമ്പർ 1 ബാങ്ക് ഇൻ ദ കൺട്രി. വി എക്സ്പെക്ട് യു ടു ഹാൻഡിൽ ഇറ്റ് എന്ന് പറയുമ്പോൾ 66 കോടി നിക്ഷേപങ്ങൾ ഉള്ള ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ഡിജിറ്റൈസ് ചെയ്ത കാര്യത്തിൽ ഏതാണ്ട് 22,000 ചില്ലുവാനം വരുന്ന ഈ വിവരങ്ങൾ ഒന്ന് സംയോജിപ്പിക്കാൻ എന്താണ് ബുദ്ധിമുട്ട് എന്ന് ചോദിക്കുമ്പോൾ അക്കാര്യത്തിലൊരു കൃത്യമായ മറുപടി അത് സാൽവെ ആണെങ്കിൽ പോലും നൽകാനാകുന്നുണ്ടോ? സാൽവെ, അതിൽ SBI ഇപ്പോഴും അതൊരു കൃത്യമായ മറുപടി സുപ്രീം കോടതിയിൽ നൽകിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം സുപ്രീം കോടതിയിൽ ഈ SBI സ്വീകരിച്ച നടപടി എന്നത് ഈ ഇത്തരമൊരു വീണ്ടും സാവകാശം തേടുന്നത് ഇപ്പോൾ ഇതിന്മേൽ ഒരു ഉത്തരവ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരി 15 ഉത്തരവ്, അതായത് തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന ഉത്തരവ് സംബന്ധിച്ച അത് വിവരങ്ങൾ ലഭിക്കാനുള്ള അവകാശത്തിന്റെ കൂടി ലംഘനമാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. അതിന്മേൽ സാവകാശം തേടിയുള്ള SBIയുടെ ഹർജിയിൽ ഈ ഉത്തരവ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ആ ഉത്തരവിന്റെ സമ്പൂർണ്ണമായ രൂപം നമുക്ക് ലഭ്യമാകുമെന്നാണ് കരുതുന്നത്. കാരണം ഏതാണ്ട് അരമണിക്കൂറോളം നീണ്ട നടപടിക്രമങ്ങളാണ് സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നത്. സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ചത്. SBIയുടെ വാദങ്ങളാണ് കേട്ടത്. അതിനുശേഷം സുപ്രീം കോടതി ചോദ്യങ്ങൾ ഉന്നയിക്കുകയായിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന ഉത്തരവിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ SBI ഇതിന്റെ വിവരങ്ങൾ എത്രയും വേഗം പരസ്യപ്പെടുത്തേണ്ടി വരും, അല്ലെങ്കിൽ അത്തരം ഒരു ഉത്തരവാണ്, അത്തരം ഒരു കർശനമായ നിർദ്ദേശമാണ് സുപ്രീം കോടതി നൽകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഉത്തരവിന്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ പുറത്തു വരികയും ചെയ്യും. കാരണം തെരഞ്ഞെടുപ്പ് ബോണ്ടുമായി ബന്ധപ്പെട്ട് ജൂൺ 30 വരെ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ വിവരങ്ങൾ പരസ്യപ്പെടുത്താം എന്ന രീതിയിൽ സുപ്രീം കോടതിയിൽ SBI സാവകാശം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി ഇന്ന് തന്നെ തീരുമാനമെടുക്കുന്നത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 5 അംഗ ബെഞ്ചാണ് അതിന്മേൽ തീരുമാനമെടുക്കുന്നത്. ഈ ഭരണഘടനാ ബെഞ്ചിന്റെ 5 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ ഫെബ്രുവരി 14 വിധിയെ സംബന്ധിച്ചാണ് ഇപ്പോൾ പറയുന്നത്. അതിനുശേഷം ഈ ഇന്നത്തെ SBIയുടെ അപേക്ഷയിലുള്ള ഉത്തരവ് ഏത് രീതിയിലാണ് അതിന്മേൽ സുപ്രീം കോടതിയുടെ സമീപനം എന്നതിനെ സംബന്ധിച്ച് നമുക്കൊരു വ്യക്തത വരും. എന്തായാലും സുപ്രീം കോടതി രൂക്ഷമായ വിമർശനങ്ങൾ SBIക്കെതിരെ ഉന്നയിക്കുന്നു. വിവരങ്ങൾ പരസ്യപ്പെടുത്തിയാണ് വേണ്ടത്, വിധി നടപ്പാക്കണം, സീൽഡ് കവർ തുറന്നു നോക്കൂ എന്നടക്കമുള്ള കാര്യങ്ങൾ SBIയോട് ആവശ്യപ്പെടുകയും ചെയ്തു. രജിസ്ട്രിയിൽ നിന്നും ഇതിന്റെ വിവരങ്ങൾ വിളിച്ചു വരുത്തുകയും ആ രേഖകൾ സുപ്രീം കോടതിയിൽ വെച്ച് തന്നെ കോടതി തന്നെ അത് തുറന്ന് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. SBI തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകാനുള്ള വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകണം. ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരസ്യപ്പെടുത്താനുള്ള വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരസ്യപ്പെടുത്തുകയും വേണം എന്ന കാര്യം സുപ്രീം കോടതി കർശനമായ ഒരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. ദേവരാജ്, ഇതിനകത്തുള്ള പ്രശ്നം ഇപ്പോൾ എന്താണ്? അതായത് സുപ്രീം കോടതി ഈ പ്രതികരണങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് 5 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ അന്തസത്ത എന്ന് പറയുന്നത് ആരൊക്കെയാണ് ഇലക്ട്രൽ ബോണ്ട് മുഖേന രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകിയിരിക്കുന്നത് എന്നത് സംബന്ധിച്ച് വെളിപ്പെടുത്തിയാൽ മാത്രമാണ് ആരാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകുക എന്ന് വോട്ടർമാർക്ക് മനസ്സിലാവുക എന്നുള്ളതാണ്. അതാണല്ലോ സുപ്രീം കോടതി വിധിയുടെ അന്തസത്ത. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സീൽഡ് കവർ തുറന്നു നോക്കൂ എന്ന് സുപ്രീം കോടതി പറയുമ്പോൾ അത് ജൂൺ 30 പറ്റില്ലല്ലോ. അപ്പോൾ ഈ വിധി മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഈ കോടതി നടപടികൾ, ഈ ഭരണഘടനാ ബെഞ്ച് മുന്നോട്ട് പോകുന്നത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ പുറത്തു പറയണമെന്നു തന്നെയാണ്. മറ്റൊരു ചിന്ത സുപ്രീം കോടതിക്ക് ഇപ്പോഴില്ല. അങ്ങനെ തന്നെയാണ്. കൃത്യമായും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരം വിവരങ്ങൾ അടിയന്തരമായി പരസ്യപ്പെടുത്തണമെന്നതാണ് സുപ്രീം കോടതി ഉദ്ദേശിക്കുന്നത്. അത്തരമൊരു നിരീക്ഷണങ്ങളും പരാമർശങ്ങളും തന്നെയാണ് തൊട്ടു മുമ്പ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായതും. കാരണം എന്തുകൊണ്ട് വിവരങ്ങൾ പരസ്യപ്പെടുത്താതിരിക്കുന്നു എന്നടക്കമുള്ള ചോദ്യങ്ങളാണ് സുപ്രീം കോടതി SBIയോട്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് ചോദിക്കുകയും ചെയ്തത്. നിങ്ങൾ ഒരു സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ച്, ഭരണഘടനാ ബെഞ്ച് പറഞ്ഞ ഒരു വിധി നടപ്പാക്കുക എന്ന കാര്യമാണ് പറഞ്ഞത്. കാരണം SBIയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് ബോണ്ട് വഴി ഏറ്റവും കൂടുതൽ തുക സമാഹരിച്ചത് BJP ആണ്. BJP ഭരണത്തിലിരിക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ BJPക്ക് ആരൊക്കെ പണം നൽകി എന്നതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. SBI പരസ്യപ്പെടുത്തേണ്ടുന്ന രേഖകളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ SBI സുപ്രീം കോടതിയെ സമീപിച്ചതും തെരഞ്ഞെടുപ്പിന് ശേഷം ജൂൺ 30 എന്ന് പറയുന്ന ഒരു സമയപരിധിയിലേക്ക് SBI എത്തിയതും. പക്ഷേ അതിന് സുപ്രീം കോടതി തയ്യാറല്ല. അത്തരമൊരു സമയം
നൽകാൻ സുപ്രീം കോടതി തയ്യാറല്ല എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. സുപ്രീം കോടതി അതിന്മേൽ വ്യക്തമാക്കുന്നത് നിങ്ങൾ എത്രയും വേഗം വിവരങ്ങൾ പരസ്യപ്പെടുത്തുക എന്ന് തന്നെയാണ്. അതിന്മേൽ കൂടുതൽ സാവകാശം നൽകാനാവില്ല എന്ന് കൂടി സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ഉത്തരവാണ്, അന്തിമമായ ഒരു ഉത്തരവാണ് ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള 5 അംഗ ബെഞ്ച് പുറപ്പെടുവിക്കുകയും ചെയ്യുന്നത്. SBIയോട് കർശനമായും ഇത്തരം വിവരങ്ങൾ നൽകണം എന്ന കാര്യമാണ് വ്യക്തമാക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മാത്രമല്ല സുപ്രീം കോടതി പറയുന്നത് ഇത് കോടതിയലക്ഷ്യ ഹർജിയുമായി CPIM കൂടി സമീപിച്ചിട്ടുണ്ടല്ലോ എന്ന കാര്യമാണ്. അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റും അടക്കമുള്ള പാർട്ടികൾ ഇതിൽ കോടതിയലക്ഷ്യ ഹർജിയുമായി കൂടി സമീപിച്ചിട്ടുണ്ടെന്ന കാര്യവും കൂടി സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ സുപ്രീം കോടതി SBIയോട് നിർദ്ദേശിക്കുന്നത്, നമുക്കതിന്റെ രക്തം ചുരുക്കം ഇങ്ങനെ മനസ്സിലാക്കുന്നത്, എത്രയും വേഗം വിവരങ്ങൾ പരസ്യപ്പെടുത്തണം എന്ന നിലയിൽ തന്നെയാണ് SBI നൽകിയ അപേക്ഷ കോടതി അംഗീകരിക്കുന്നില്ല എന്ന് കൂടി നമുക്ക് വ്യക്തമാകുന്നുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് ഭരണഘടനാ ബെഞ്ചിന്റെ ഉത്തരവ് നടപ്പാക്കുന്നില്ല എന്ന കാര്യമാണ് സുപ്രീം കോടതി ചോദിക്കുന്നത്. വിവരങ്ങൾ പരസ്യപ്പെടുത്താൻ എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ട്? കാരണം ഈ വിധി വന്നതിന് ശേഷം, മാർച്ച് 6 വിധി വന്നതിന് ശേഷം 26 ദിവസങ്ങളായി. ഈ 26 ദിവസം നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു? ഇതിന്റെ വിവരങ്ങൾ പരസ്യപ്പെടുത്താൻ വേണ്ടി SBI എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു? ഞങ്ങൾ ഇത്രയും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഒരു അപേക്ഷയിലൂടെ, സത്യവാങ്മൂലത്തിലൂടെ സുപ്രീം കോടതി അറിയിക്കുകയും അതിനുശേഷം ഞങ്ങൾക്ക് ഇത്ര സാവകാശം കൂടി വേണം എന്ന് ചോദിച്ചിരുന്നുവെങ്കിൽ അത് പരിഗണിക്കാമായിരുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല. നിങ്ങൾ ഇതുവരെ എന്ത് നടപടി സ്വീകരിച്ചു എന്ന കാര്യത്തിൽ ഇത് ഇപ്പോഴും നിശബ്ദത പാലിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതായിരുന്നില്ല വേണ്ടത്. എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്ന കാര്യം അറിയിക്കുകയാണ് വേണ്ടത് എന്നുമാണ്. ശരിയാണ്. നോക്കൂ, അതിനകത്ത് ഫെബ്രുവരി 15-നാണ് വിധിന്യായം. മാർച്ച് 6-ന് മുമ്പാണ് ഈ കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യണം എന്ന് SBIയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. മാർച്ച് 13-ന് മുമ്പ് അത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യണം എന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. അതിന്മേലാണ് ഇപ്പോൾ വാദം കേൾക്കുന്നത്. നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ CPIM-ഉം ഒപ്പം തന്നെ അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസുമാണ് കോടതി അലക്ഷ്യ ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറേണ്ട രേഖകൾ സംബന്ധിച്ച് ഇപ്പോഴും 3 ആഴ്ചയ്ക്ക് ശേഷമാണ് SBI കൂടുതൽ സമയം ആവശ്യപ്പെട്ടത്. എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ സീൽഡ് കവർ തുറന്നു നോക്കുന്നില്ല? കാരണം ഡിജിറ്റൈസ് ചെയ്തിട്ടല്ല പാതി രേഖകൾ സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ് SBI വ്യക്തമാക്കിയിട്ടുള്ളത്. ഹാർഡ് കോപ്പി ആയിട്ടാണ് ഇവ സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ് SBI പറഞ്ഞിരിക്കുന്നത്. പൂർണ്ണമായും ഡിജിറ്റൈസ് ചെയ്ത ഒരു ബാങ്കിൻ്റെ KYC അടക്കമുള്ള, പ്രത്യേകിച്ച് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തുകൊണ്ട് ഡിജിറ്റൈസ് ചെയ്തില്ല എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണം ബാങ്ക് നൽകുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അല്പസമയത്തിനകം മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. വിധിന്യായം പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ല. ഏതായാലും ജൂൺ 30 എന്ന സമയം അനുവദിക്കാൻ സാധിക്കുമെന്ന് കരുതുന്നില്ല. ഇതിനകം തന്നെ നമ്മൾ ദൃശ്യങ്ങളിലൂടെ കാണാവുന്നത് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിഭാഷകർ തന്നെയാണ് ഇപ്പോൾ വിവിധ കക്ഷികൾക്ക് വേണ്ടി ഹാജരായിരിക്കുന്നത്. കപിൽ സിബൽ ഹാജരായിട്ടുണ്ട്. അതുപോലെ തന്നെ അഭിഷേക് മനു സിംഗ്വി ഹാജരായിട്ടുണ്ട്. അങ്ങനെ പ്രശാന്ത് ഭൂഷൺ മറ്റൊരു വാദവുമായി ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഹരീഷ് സാൽവെയാണ് SBIക്ക് വേണ്ടി ഹാജരായിട്ടുള്ളത്. ഏറ്റവും പ്രമുഖരായിട്ടുള്ള അഭിഭാഷകർ തന്നെയാണ് എല്ലാ കക്ഷികൾക്കും വേണ്ടി ഹാജരായിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം ഇതിൻ്റെ വിധിന്യായം വരും എന്ന് നമുക്ക് കരുതാം. പ്രതികരണങ്ങളും എടുക്കാം.